എന്നാൽ അത് പോട്ടെ, ക്ഷമിക്കുക, സഹിക്കുക. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ശത്രു എന്ന് യേശുവിന്റെ മുമ്പ് ശത്രു ഒന്നുമില്ല. അവൻ പറയുന്നു, നിന്റെ ശത്രുവിന് ദാഹിക്കുന്നെങ്കിൽ നീ അവന് വെള്ളം കൊടുക്കുക, അവന് വിശക്കുന്നെങ്കിൽ നീ ആഹാരം കൊടുക്കുക. അപ്പോൾ കർത്താവിന് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോട് വന്നൊരു ചോദ്യം ചോദിച്ചു. കർത്താവെ, അവർക്ക് തമ്മിലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നപ്പോ ചോദിച്ചു, കർത്താവെ, ഒരു സഹോദരനോട് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിനോടൊന്ന് ചോദിച്ചു. ഒരു സഹോദരനോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അത് യേശു കൊടുത്ത മറുപടി ഇതാണ്: 7 അല്ല, 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 7:40 എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. അനന്തമായി നീ നിന്റെ സഹോദരനെ ക്ഷമിക്കണമെന്നാണ്. അനന്തമായി കാരണം ഞങ്ങളുടെ